പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. ആ വന്നു. അപ്പൊ നീ ഇതുവരെ കുളിച്ചില്ലേ? അല്ല, എനിക്കൊരു 10 സിറ്റപ്പും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ഈ സ്പിരിറ്റ് വീട്ടിൽ മാഷന്മാർക്ക് ഉണ്ടായാലേ പിള്ളേർ പകുതിയെങ്കിലും ഓടിയെത്തു. അതെ അതെ. ദോശക്ക് ചോന്ന ചട്നി വേണോ അതോ പച്ച ചട്നി വേണോ? പച്ച 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 മതി. എന്നാ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ ആ കാറൊന്ന് കഴിക്കാം. വേഗം നോക്ക്, പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കണ്ട. गुड शॉट जसी, गुड शॉट. पिक्चर की भी बाकी है भाई. അപ്പോ ഇറങ്ങുവാണ്. വൈകിട്ട് ചീര കിട്ടുവാണെ വാങ്ങിച്ചോണേ. ടീച്ചറെ, ഇന്നെന്താ സ്പെഷ്യൽ? പിസ്സയാ. പിസ്സയാ? ഇന്നലെ ചിക്കൻ കൊഴുക്കട്ട, ഇന്ന് പിസ്സ. വൈഫ് നല്ലൊരു കുക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷ ഇല്ല കേട്ടോ. എന്റെ ടീച്ചറെ, അടുക്കള ഒരു പരീക്ഷണശാലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട്. ആൾക്ക് കുക്കിങ്ങിന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും പ്ലാൻ ഉണ്ട്. ഇതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും കേട്ടോ. 3 മാസം കൊണ്ട് സിൽവർ ബട്ടൺ അടിക്കാനുള്ളതാണ്. മാഷേ, ഈ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ചോട്ടോ. ഓ ടീച്ചറെ, താങ്ക് യു. അല്ല, ജെസ്സി മാഷ് ഇന്ന് ലീവാണോ? അല്ല, ആളുടെ പീരീഡ് കിട്ടിയിരുന്നെങ്കിലേ കുറച്ച് റിവിഷൻ കൂടെ തീർക്കായിരുന്നു. സാധ്യതയുണ്ടോ ബിന്ദു ടീച്ചറെ? കിട്ടിയത് തന്നെ. അതെന്നാ ഇന്നും കൂടെ ലീവാണെങ്കിലേ നമ്മുടെ മഞ്ജു ടീച്ചറിന്റെ അടുത്ത കൊല്ലത്തെ പോഷൻ കൂടെ കുറച്ചൊന്ന് കുറയും. അതിനെ ടീച്ചർ ചോദിച്ചിട്ട് തന്നിട്ടില്ലേ? അയ്യോ, നമ്മുടെ ഒന്നും മുഖം ഒരു വാരികയിലും മുഖചിത്രമായിട്ട് വന്നിട്ടില്ല സാറേ. എന്റെ ടീച്ചറെ, ടീച്ചർ ഈ ജയശ്രീ എന്നുള്ള പേരും വെച്ചോണ്ട് ഇമ്മാതിരി തോൽവി വർത്താനം പറയല്ലേ കേട്ടോ. 2 മതി. മാഷെ എടുക്ക്. ടീച്ചർ പറഞ്ഞാലും ചരിത്രപരമായ ചില വസ്തുക്കളുണ്ട് മാഷേ. കാണും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഷെ പിസ്സ. അയ്യോ മാഷെ, കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഡയറ്റിലാണ്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ പങ്ക് ജയശ്രീ ടീച്ചർക്ക് കൊടുക്കാം. ഓ ആയിക്കോട്ടെ, ഡയറ്റ് മുടക്കണ്ട. അതെ. എന്നാ ടീച്ചറെ, മഞ്ജു ടീച്ചർ ഒന്നില്ല. പോർഷൻ തീർന്നില്ലെങ്കിലും പിസ്സയെങ്കിലും തീരട്ടെ. ജെസ്സി മാഷേ, വരുമ്പോ ഹെഡ് മാഷിനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടേ. ഞാൻ മാഷിനെ. ഹലോ, ഗുഡ് മോർണിംഗ് മാഷെ. അത്രയ്ക്ക് നല്ല മോർണിംഗ് ഒന്നും അല്ല ജെസ്സി മാഷേ. അതെന്ത് പറ്റി മാഷെ? ഈ വർഷത്തെ കായികമേളയിലെ സ്കൂളിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നതൊക്കെ ശരി, നമ്മളൊരു സിനിമാ പ്രേമിയാണെന്നുള്ളതും ശരി. എന്ന് വെച്ചാൽ മാഷിൻ്റെ ഈ ഓഡിഷനും സിനിമാ ലൈവും ഒക്കെ ഞാൻ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതണ്ട. അതും ഈ പരീക്ഷയൊക്കെ ഈ മൂട്ടിലെത്തിയിരിക്കുന്ന സമയത്ത്. അയ്യോ ഇല്ല മാഷെ, അതെനിക്കറിയാലോ. മാഷ് നോക്കിക്കോ, അടുത്ത വർഷം നമ്മളിത് ഡബിൾ ആക്കും. എന്ത് ലീവാ? അയ്യോ അല്ല, മെഡൽ. ശരി. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം ഉഗ്രനായിരുന്നു. നമ്മുടെ അന്നേ റോസിനും പൊളിച്ചു. അപ്പൊ ബാസിയ ഭാസിനെ പൊളിക്കുമല്ലോ. ബാസി തകർക്കും, അതെനിക്കറിയാം. ടീച്ചറെ, അടുത്തെങ്ങനെ വല്ല മാസികയിലും കാണുമോ ടീച്ചറെ? കുറച്ച് റിവിഷൻസ് ചെയ്യാനുണ്ട് മാഷെ, അതുകൊണ്ട് മോഡലിംഗ് ഒക്കെ തീരെ കുറവാ. ഓ, അങ്ങനെയാ വേണ്ടത്. വരട്ടെ. മാഷെ, ഞാനെന്ന് പറഞ്ഞാൽ കൊറിയൻ പടം ഇല്ലേ, അതിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. മാഷെ സമയം കിട്ടുമ്പോൾ നോക്കണേ. എക്സാം ഡേറ്റ് തുടങ്ങിയല്ലേ, എന്നാ പിന്നെ മാഷ് വിട്ട പോയാ. അത് ശരി. ടീച്ചറെ, റിവിഷൻ തീർന്നോ? മാഷിന്റെ PT പീരീഡ് കിട്ടിയോണ്ട് കുറച്ചധികം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി. ഇന്നലെ ഓഡിഷൻ ആയിരുന്നോ അതോ പുതിയ വല്ല റിലീസായിരുന്നോ? രണ്ടുണ്ടായിരുന്നു. ഈ നടപ്പ് മാത്രമാണോ അതോ പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ മാഷെ? പ്രതീക്ഷ അതല്ലേ എല്ലാം. മാഷ് ഒരു വലിയ നടന്നതിന് ശേഷം നല്ല ക്യാരക്ടർ റോൾസും വന്ന എന്നെ ഓർത്താ മതി. എനിക്ക് എന്നെ പറ്റി അറിയില്ല, പക്ഷേ ടീച്ചറിലൊരു നല്ല നടിയുണ്ട്.
ടീച്ചർ ഈ പിള്ളേർക്ക് നാടകം പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പറ്റും മാഷേ. ആ